വായിച്ച വചനത്തിലേക്ക് നമ്മുടെ ചിന്ത കൊണ്ടും ഇന്നും ഞാൻ അനന്യൻ തന്നെയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് നമ്മളൊക്കെ മാറും. നമ്മളൊക്കെ ഇന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ വാക്ക് പറഞ്ഞാലും മാറും, മനുഷ്യന്റെ വാക്ക് മാറും. കർത്താവ് ഞാൻ ഇന്നും അനന്യൻ തന്നെ, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. പിന്നെ അടുത്ത വാക്യം, ഞാൻ പ്രവർത്തിക്കും, ആരതിനെ തടുക്കും. അപ്പൊ തടുക്കുന്നവരുണ്ടെന്ന വാക്കിനർത്ഥം. രാമയും പറഞ്ഞാട്ടെ, ഈ തടുത്തവരൊന്നും എങ്ങും രക്ഷപ്പെട്ടിട്ടില്ല. ആമേൻ. നമ്മളൊക്കെ ഈ ദിവസം രക്ഷപ്പെടാൻ പോവാം. നമ്മുടെ ജീവിതത്തെ തടുത്തവരാരും ഈ കാലഘട്ടത്തെ രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് വചന പ്രാരംഭത്തെ ഓർമ്മിപ്പിച്ചത്, നമുക്ക് മുമ്പായി ചെന്ന് ആമേൻ ദുർഘട പാതകളെ നിരപ്പാക്കുമ്പോൾ താമ്രപാതകളൊക്കെ എന്ത് ചെയ്യുന്നു? നാട്ടിച്ച് നിരത്തി കർത്താവിന്റെ യോഗ്യമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇങ്ങനൊന്നും വരുന്നൊന്നും ഒരു യോഗ്യതയും നമുക്കൊന്നും പറയാനില്ല. ഞാൻ എപ്പോഴും ദൈവത്തിന് പറയാറുണ്ട്, എൻ്റെ പ്രസംഗം കേൾക്കുന്നവർക്ക് അറിയാം. സ്തോത്രം. നമ്മുടെ അയോഗ്യത കണ്ടുകൊണ്ടാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്ത്. ഒരാമയും പറഞ്ഞാട്ടെ, നമ്മൾ യോഗ്യനാണെങ്കിൽ ഇവിടെ ഒന്നും വരത്തില്ലായിരുന്നു. നമ്മൾ അയോഗ്യതകൾ കണ്ടുകൊണ്ട് ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിനാ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്, സ്തോത്രം, നമുക്ക് മുമ്പായിട്ട് ഇറങ്ങുന്ന ഒരു കർത്താവിനെ നാം ആരാധിക്കുന്നത്. വ്യക്തമായി പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ വീടിനകത്ത് ദൈവത്തിന്റെ വിടുതൽ നടന്നിരിക്കണം. രക്ഷപ്പെടത്തിൽ എന്ന് പറഞ്ഞവരോടൊക്കെ പറ, ഞങ്ങൾ രക്ഷപ്പെടാൻ പോവാ, ഞങ്ങൾ രക്ഷപ്പെടാൻ പോവാ. രക്ഷപ്പെടത്തിൽ എന്ന് പറഞ്ഞവിടെ പറ, ഞങ്ങൾ രക്ഷപ്പെടും. ദൈവം ഞങ്ങളെ കൊണ്ട് ആഗ്രഹിക്കുന്ന ശുശ്രൂഷകൾ ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ ദൈവത്തിന് സ്വന്തം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, സ്തോത്രം, നമുക്ക് മുമ്പായിട്ട് പുറപ്പാട് പുസ്തകം എടുത്താട്ടെ. പെട്ടെന്ന് വാക്യോട് വായിച്ചിട്ടൊന്ന് മടങ്ങി വരാം. പുറപ്പാട് പുസ്തകം, ആമേൻ, സ്തോത്രം, അതിന്റെ 12-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തുകൂടി കടന്ന് മിസ്രയീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും. മതി. താങ്ക് യു. ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിക്കുന്നത്, ഈ രാത്രിയിൽ ഞാൻ ഇറങ്ങും. കർത്താവ് ഇറങ്ങുന്ന കാര്യം പറയുന്നത്. അതിനർത്ഥം ഞാൻ പറയാം, പെട്ടെന്ന് ശ്രദ്ധിച്ചിരിക്കണേ. സ്തോത്രം. വചനം വായിക്കുന്നത്, ഈ അഭിഷിക്തനായിരിക്കുന്ന മോശയെ പലവട്ടം ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് ദൈവം എന്ത് ചെയ്തു? അയച്ചിട്ട് എന്താ പറയാൻ അയച്ചത്? അവിടെ ചെന്ന് കണക്ക് വിവരം പറയാനാണോ? സാമ്പത്തിക വിഷയം പറയാനാണോ? അല്ല. അവിടെ ചെന്ന് പറഞ്ഞു, എന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടേക്കണം. ഇതിനു വേണ്ടി മാത്രം പറയപ്പെട്ടതാ. പക്ഷെ പല പ്രാവശ്യം പോയിട്ട് ദൈവം ആയില്ല. 9 പ്രാവശ്യം പോയി. ഓരോ പ്രാവശ്യം അനുസരണക്കേട് കാണിക്കുമ്പോൾ ഓരോ ബാധയെ ദൈവം അയച്ചു. 9ാമത്തെ ബാധ അയച്ചിട്ട് കർത്താവിനോട് ഒരുപക്ഷെ ഒരു ഇടവേള കിട്ടുന്ന സമയത്ത് ഒരു പക്ഷങ്ങ ചോദ്യം, കർത്താവേ, 9 പ്രാവശ്യമായി ഞാൻ ഈ പാമൻ ആ കൊട്ടാരത്തിൽ നടന്നിട്ട് പറവനോട് പറയേണ്ടതൊക്കെ പറഞ്ഞിട്ട് എന്താ കർത്താവ് ഒരു മറുപടി ഇല്ലാഞ്ഞത്? കർത്താവ് പറഞ്ഞ കേൾക്കണോ? കർത്താവ് പറഞ്ഞു, 10ാമത്തെ പ്രാവശ്യം നീ അല്ല പോകുന്ന, പകരം ഞാൻ ഇറങ്ങാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഓടി തളർന്നവരോട് കർത്താവിന്റെ ആത്മ പറയുന്നു, ഇനി നീ അധികം ഓടണ്ട, നിനക്ക് വേണ്ടി ഞാൻ ഇറങ്ങാൻ പോവാ. വിശ്വസിക്കുന്നവർ നല്ല രാമയെ പറഞ്ഞാട്ടെ. അതിന് പകരത്തിന് ഇറങ്ങുന്ന കർത്താവിനെ ആരാധിക്കുന്നത്. നിനക്ക് പകരം ഒരുവൻ ഇറങ്ങാൻ പോവാ. നീ പോകേണ്ടടുത്ത് നീ പോകണ്ട, അതിൽ ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞ് എന്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോവാ. അത് വിശ്വസിക്കുന്നവരേ പറയട്ടെ. ഹല്ലേലൂയ. അതാണ് ഒരു കാര്യം പറഞ്ഞു, സഹോദരൻ, ഞാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടാരത്തിൽ കയറിക്കണം. ഞാൻ വെളിയിൽ ഇറങ്ങി, എല്ലാത്തിനും സംഗ്രഹിക്കുമ്പോൾ ആരാധിക്കേണ്ടവൻ ആരാധനാലയത്തിൽ കയറിക്കണം. ഈ വെളിയിൽ കൂടെ ചുറ്റിപ്പറ്റി നടന്നാൽ സംസ്കാരം വന്ന് വെട്ടി തറയിലിടും. നല്ല രാമയെ പറയാമോ? ആരാധിക്കേണ്ട ദിവസം ആരാധിക്കാതെ പുറത്തൂടെ ചുറ്റി നടക്കുന്നവന് ന്യായവിധി ഉണ്ടെന്നാ. എന്നാൽ അകത്ത് കയറി കുഞ്ഞാടിനെ അറുത്ത് കട്ടളക്കാലിലെ കുറുപടിയെ രക്തമടയാളമെ പറ്റി ചെരുപ്പെട്ടി മുറക്കി അരകെട്ടി മുറക്കി ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടത്തെ ഈ പട്ടണത്തിനകത്ത് ദൈവം തെരഞ്ഞെടുക്കുക. വിശ്വസിക്കുന്നവരെ ആമേൻ പറയട്ടെ. അങ്ങനെ ഒരു കൂട്ടത്തെ കർത്താവ് ഈ പട്ടണത്തിൽ എഴുന്നേൽപ്പിക്കാം. അല്ലേ? ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ പ്രസംഗത്തിലെല്ലാം ഞാൻ പറയുന്നുണ്ട്. സിമ്പിളാണ് ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗമൊക്കെ. വേറെ ഇല്ലാഞ്ഞിട്ടല്ല, ഞാൻ എല്ലാവരും മനസ്സിലാക്കുന്ന ദൈവം പറയുക. ഓവർ വിശപ്പ് ദൈവത്തിന് ഇഷ്ടമല്ല. ഞാൻ പറയുന്നത് ഭയങ്കര ആളാണെന്ന് അറിയിക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. ഒരു നോർമൽ പരുവത്തിൽ പോയാൽ മേടിച്ചല്ല. രാമൻ പറയാമോ? ഞാൻ ഏതാണ്ടോ ആണെന്നൊക്കെ പറഞ്ഞ
ഞാനൊരു വിശുദ്ധനാണ്, ഒരു വിശുദ്ധയാണെന്ന് പറയുന്നവരൊന്നും പോകത്തില്ല. പക്ഷെ ഒരു പരിമത്തിലങ്ങ് പോയാലുണ്ടല്ലോ, നിനക്ക് നിത്യതയിൽ ചെല്ല. ഉറപ്പുള്ള ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഒരു പാട്ടുണ്ടല്ലോ, പണ്ടൊരു പാട്ട് പാടുമല്ലോ, ദൈവദാസന്മാരൊക്കെ പാട്ട് പാടുന്നത്, ഞാനും പാട്ട് പാടിയിട്ടുണ്ട്. കാലമെല്ലാം കഴിയും, ഇത് കാൺമതെല്ലാം അടിയും, പിന്നെ പുതുയുഗം വരിയും, തിരികെ വരാനിത നിത്യതയും അറിയും. അതായത് ഇതൊക്കെ തീരാൻ പോവാ, നമ്മളവിടെ മറയപ്പെടാൻ സമയമായി. വിശ്വസിക്കുന്നവരെ ആമേൻ പറയട്ടെ. അതുകൊണ്ട് ദൈവമക്കളെ പറയട്ടെ, നമുക്ക് പകരം ഒരാൾ കേട്ടോ, നമുക്ക് പകരം നമ്മൾ പോകേണ്ടതിന് പകരം നമുക്ക് പകരം ഒരാൾ ഇറങ്ങി. ചിലർ ഓടി ഓടി തളർന്നിരിക്കുക. അല്ല കർത്താവേ, നിന്റെ വേലയ്ക്ക് ഇവിടെ ഇത്രയും നാൾ ഞാൻ ഓടി, ഇത്രയും ഞാൻ ഓടി അലഞ്ഞ് വയ്യ കർത്താവേ എന്ന് പറയുന്ന അമ്മമാരെ ശ്രദ്ധിക്കുന്ന ഓർത്തോണേ, നീ ഓടണ്ട, നിനക്ക് വേണ്ടി തമ്പുരാൻ ഇറങ്ങാൻ പോവാ. അടുത്ത കർമ്മം നീയല്ല ചെയ്ത, തമ്പുരാൻ ഇറങ്ങാൻ പോവാ. നിന്റെ വിഷയത്തിനകത്ത് ദൈവം ഇറങ്ങി ചിലതിനെ ദേശത്ത് സംഗ്രഹിക്കുമ്പോൾ ഒരു കൂട്ടത്തെ പുറത്തു കൊണ്ടുവരാൻ പോവാ. വിശ്വസിക്കുന്നവരാമേ പറയട്ടെ. ഹല്ലേലൂയ. അതിനുവേണ്ടി ഈ മൂന്ന് പ്രാർത്ഥന വെച്ച് ഒരു കൂട്ടത്തെ പുറത്തു കൊണ്ടുവരാൻ രാമേ പറഞ്ഞാട്ടെ. ഒരു കൂട്ടം പുറത്തു വന്നേ പറ്റൂ. ഈ ദേശത്ത് ചിലത് പുറത്തു വരാൻ പോവാ. ആമേ, ചില തീ കഷണത്തെ പുറത്തു കൊണ്ടുവരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ. എന്റെ സഭയിൽ ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിക്ക് 84 വയസ്സുണ്ട്. ഈ അമ്മച്ചിക്ക് വേറെന്ന് പറയുന്നില്ല, സ്തോത്രം പറയും, ഭയങ്കര ശക്തിയാണ്. ഞാൻ ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പബ്ലിക്കിലൊക്കെ പറയും, അമ്മച്ചി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയും, സാന്നിധ്യം ഇറങ്ങി വെടിവെക്കും. കാര്യം പണ്ട് കർത്താവിനോട് നിന്ന വ്യക്തിയാ, ഇന്ന് തീക്കഷണമായിട്ടാണ് നിൽക്കുന്നത്. ആത്മ പറയുന്നു, തൊക്ക് മയങ്ങിയ ദൈവത്തിന്റെ വിഷയമല്ല, ചൊക്കിച്ചുടങ്ങിയ ശരീരം ദൈവത്തിന്റെ വിഷയമല്ല. അകത്ത് ഉന്മേഷമുള്ളവരെ പുറത്തു കൊണ്ട് മാനിക്കുക. എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാമേ പറയട്ടെ. കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയുന്ന ഈ പ്രാർത്ഥനയില് അങ്ങനെ ഒരു ഓർഡർ ദൈവം കൽപ്പിക്കാം. അങ്ങനെ ഒരു ഓർഡർ പരിശുദ്ധനെ ഇതിനകത്ത് ദൈവം ചില തെരഞ്ഞെടുക്കാൻ പോവാം. രാമേ പറഞ്ഞത് ഇതിനകത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ചിലരെ ഒരുക്കിയെടുക്കാൻ പോകും. വീട്ടിലെ ജോലി ചെയ്തൊരു പെങ്കൊച്ചുണ്ടായിരുന്നു. നയമാന്റെ വീട്ടിലെ ഒരു വേലക്കാരി പെണ്ണ. വായിച്ചിട്ടുണ്ടോ? നയമാന്റെ വീട്ടില് രാവിലെ വേലയ്ക്ക് പോവാ. നയമാന്റെ കൂട്ടാനും കറി, അമ്മേ ചോറും കറിയും ഇടലും സാമ്പാറും ഒക്കെ വെക്കാൻ പോയതാ. എന്റെ ചിന്ത പറഞ്ഞ, എന്റെ പ്രസംഗ ഭാഷയാണ്, ബൈബിൾ അങ്ങനെയില്ല. എന്റെ ചിന്ത പറഞ്ഞാൽ അവൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ നയമാന്റെ കുഷ്ഠം കണ്ടിട്ട് അവൾ ഒരുപക്ഷെ പ്രാർത്ഥിച്ചു കാണും. അവൾക്ക് വേലയ്ക്ക് പോയത് വേല ചെയ്ത് പൈസയും കൊണ്ട് വീട്ടിൽ വന്നാൽ മതി. പക്ഷെ അവൾ അവിടെ ചെന്ന് ഹല്ലേലൂയ ഒരു പാട്ടൊക്കെ പാടി, നല്ല പാട്ടൊക്കെ, സിനിമ പാട്ടല്ല, നമ്മുടെ വായിലാതെ വരത്തുള്ളൂ. സ്വോത്രം. ഹല്ലേലൂയ. നല്ല അഭിഷേകം പ്രാപിച്ച ദൈവമക്കളുടെ വായി നല്ല പാട്ടാ വരുന്നത്. സ്വോത്രം പറയാമോ? രാമേ പറയാമോ? ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? അഭിഷേകം പ്രാപിച്ചവനെ നാവിൽ നല്ല പാട്ടേ വരത്തുള്ളൂ. ഇവിടുന്ന് നിങ്ങൾ കാട്ടാക്കടയ്ക്ക് ബസ്സിന് പോകുകയാ, അങ്ങോട്ട് ഇതിപ്പോൾ വണ്ടി ചടംബ്രേക്ക് കിട്ടും. വായി വരുന്ന ഭാഷ ഏതായിരിക്കും? സ്വോത്രം പറഞ്ഞാട്ടെ. ഇവിടുന്ന് ആഹാരമൊക്കെ കഴിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റും എടുത്തോണ്ട് ഒരു പാത്രം ചോറും എടുത്തോണ്ട് അങ്ങോട്ട് പോവാ. കയ്യിൽ നിന്നൊക്കെ ചോറും പാത്രം പോയി എന്ന് പറയും. സ്വോത്രം പറഞ്ഞാട്ടെ. സ്വോത്രം പറയാമോ? അത് വായി വരുന്നെല്ലാം വിളിച്ച് പറയാമോ? അഭിഷേകം പ്രാപിച്ചവരെ നാവിക്കൂടെ ഒഴുകുന്നത് വിശുദ്ധന്മാരുടെ ഭാഷയാ. നല്ല കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുകയാണ്. അങ്ങനെ ആ സഹോദരി വീട്ടിൽ ചെന്ന് പാമയെ വളരെ ശക്തമായിട്ട് ആ നയമാനോട് പ്രാർത്ഥിച്ചു കാണും. പക്ഷെ നയമാൻ ഒരിക്കലും ഒരു യജമാനക്കാരൻ, യജമാനനെ നീ എൻ്റെ യജമാനനാ, നിന്റെ ശമ്പളം കൊണ്ടാണ് ഞാൻ കഴിഞ്ഞു കൂടുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ, ഞങ്ങൾക്കൊരു പാസ്റ്ററുണ്ട്, ഞങ്ങൾക്കൊരു ദൈവദാസനുണ്ട്, ഞങ്ങൾക്കൊരു പ്രവാചകനുണ്ട്, പേര് ഏലീശ എന്ന. ഒരാമേ പറയാമോ? ഏലീശയെ ചെന്ന് കണ്ടാൽ നിനക്ക് വിടുതല, അല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം. നല്ലൊരാമേ പറയാമോ? ആമേ. ആമേ. അവൻ ചെന്ന് ഏലീശയെ കണ്ടപ്പോൾ ഏലീശ പറഞ്ഞു, ചെറിയ പരിപാടിയൊന്നും നടക്കത്തില്ല, 7 പ്രാവശ്യം ചെന്ന് യോർദാനിൽ മുങ്ങിയ പോരാ, മുങ്ങിയിട്ട് പൊങ്ങുകയും ചെയ്യണം. ചിലര് മുങ്ങും പക്ഷെ പൊങ്ങത്തില്ല. സഭയിലും അങ്ങനെ. നല്ലൊരാമേ പറയാമോ? എന്റെ സഭയില് 31-ാം തീയതി ഒരു പ്രാർത്ഥന നടന്നപ്പോൾ ഗസ്റ്റ് ഒരു പാസ് ഉണ്ടായിരുന്നു. പാസ് പറഞ്ഞു, പാസ് ഞങ്ങളുടെയൊക്കെ സഭയിലൊരു ഇതുണ്ട്, ഇത് ഇവിടെ ഉണ്ടോ? ഞാൻ എല്ലാം ചോദിച്ചു. ഈ വലത് കാലെടുത്ത് മുന്നോട്ട് വെക്കുമ്പോൾ നമ്മൾ അടുത്ത വർഷത്തിൽ കയറിയുന്ന വാക്കിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്തു. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എത്ര കാല് വെച്ചാൽ ഇത് വരുന്നവനെ എനിക്കറിയാം.
സ്വതന്ത്രം പറയാമോ? കാലൊക്കെ വെക്കും, പക്ഷേ അടുത്ത ഞായറാഴ്ച ഞാൻ പെട്രോൾ അടിച്ച് വേണേൽ വണ്ടിയും വിളിച്ചുകൊണ്ട് കൊണ്ടുവരണം. ആമേൻ. ഒരമ്മമ്മ വെക്കുന്നത് ഞാൻ കണ്ടു. മുന്നോട്ട് വെച്ചേക്കാം. ചിലരൊക്കെ ഉണ്ടല്ലോ ഈ മുന്നോട്ട് വെച്ചിട്ട് അടുത്ത കാലെടുത്ത് മുന്നോട്ട് കൊണ്ട് അടുത്ത വർഷത്തുള്ള കയറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു അമ്മാമ്മ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ആ കാലെടുത്ത് പിന്നെ പെറോട്ടാൻ വെച്ചു. അതിനർത്ഥം ഞാൻ ഇവിടെ കാണും നിന്നോളാം, 2025 നിന്നോളാം, ഞാൻ അങ്ങോട്ട് കയറി വരുന്നില്ല. നമ്മൾ പ്രകടിയോ? സ്വതന്ത്രം പറയാമോ? ഇതിനകത്തൊന്നും ഒരു കഥയില്ല. ഒരാമൻ പറഞ്ഞാട്ടെ, നിന്റെ ജഡം ദേഹം ദേഹി ആത്മാവ് കർത്താവായിട്ട് കണക്റ്റഡാണെങ്കിൽ ഈ വർഷം നീ ഒരു നന്മ പ്രാപിക്കും. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞട്ടെ. ഏലിയാവ് പറഞ്ഞു 7 പ്രാവശ്യം ചെന്ന് യോർദാനിൽ മുങ്ങണം, പിന്നെ പോകണം. ഇത് രണ്ടും ചെയ്തിട്ട് ബാക്കി പരിപാടി ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഇവനോടി ചെന്ന് മുങ്ങി, ഒന്ന് മുങ്ങി കുറ്റം മാറിയോ? ഒരു പണ്ട് രാക്ഷസമുണ്ട്, എൻ്റെ പിള്ളേരൊക്കെ കളിച്ചിട്ടുണ്ട്. ഒന്ന് മുങ്ങി അല്ലേ? കളിച്ചിട്ടുണ്ടോ? 2 മുങ്ങി കുറ്റം മാറിയില്ല അല്ലേ? പിന്നെ അങ്ങനെ മുങ്ങി 7 പ്രാവശ്യം മുങ്ങി കഴിഞ്ഞപ്പോ സംഭവം ക്ലിയർ ആയി. നല്ല രാമൻ പറയാമോ? ദൂത് കേട്ടിട്ട് പണിഞ്ഞാൽ, ദൂത് കേട്ടിട്ട് ആരാധിച്ചാൽ ഇതിന്റെ പൂർത്തീകരണം വിടുതലായിരിക്കും. വിശ്വസിക്കുന്നവർ ആ കാര്യങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞേ. യേശുവിന്റെ നാമത്തിൽ തിരിച്ചു വന്നപ്പെടുന്നത് ആ വചനം ഒന്ന് വായിച്ചു വരുമ്പോഴേ ഗുഡ്സ് മനസ്സിലാകത്തുള്ളൂ. അവിടെ കൊണ്ട് എല്ലാവരും വായിച്ചൊക്കെ നിർത്തും. തിരിച്ച് നയമാൻ വന്ന് അവക്കൊരു പ്രോമിസ് ചെയ്തു. പ്രോമിസ് മാത്രമല്ല, അവക്ക് തീറാധാരം ഹോറേബ് പർവ്വതത്തിന്റെ മലഞ്ചരിവ് മുഴുവനും ഈ പാപം പിടിച്ച പെങ്കൊച്ചിന് എഴുതി കൊടുത്തു നയമാൻ. ഒരാമയും പറയുമ്പോൾ ശക്തിയോടെ ഞാൻ ആത്മ പറയും, നിനക്കൊന്നും ഇല്ലാത്തവളാ, നീ കർത്താവിന് വേണ്ടി നിന്നാൽ നിനക്ക് എന്തെല്ലാം ഉണ്ടാകാൻ പോവാ. വിശ്വസിക്കുന്നവർ ആമയും പറഞ്ഞാട്ടെ. 2026 പുതിയ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നേ, പുതിയ ആചാരം പിടിക്കാൻ പോകുകയാ. നിന്റെ വസ്തുവിനകത്ത്, നിന്റെ വീടിനകത്ത്, നിന്റെ മകത്വം വിശ്വസിക്കുന്നവർ എന്റെ ദൈവത്തിന് ഒരു സ്വന്തം പറഞ്ഞാട്ടെ. 2026 നമ്മുടെ ജീവിതത്തിൽ എനിക്ക് പകരം ഒരു കർത്താവ് ഇറങ്ങാൻ പോവാ. 2026 എനിക്ക് മുമ്പ് ഒരു കർത്താവ് ഇറങ്ങാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. എനിക്ക് മുമ്പ് എന്റെ കർത്താവ് ഇറങ്ങാം. അമ്മേ പ്രാർത്ഥിച്ചോ, ഒരു കർത്താവ് ഇറങ്ങാൻ പോവാ. ഭാരപ്പെടേണ്ട, ദൈവത്തിന്റെ കരമുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽക്കാല പ്രാർത്ഥനയിൽ തമ്പുരാൻ ഉണ്ടെന്ന് ഉറപ്പുള്ളവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് എന്റെ തമ്പുരാനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. കർത്താവിന്റെ നാമത്തിൽ ഒരുമിച്ച് നമുക്ക് കർത്താവിന്റെ മഹത്വം കൊടുക്കാം. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ഞാൻ ആരന്യൻ, എന്റെ കയ്യിൽ നിന്ന് വെടിവെക്കാൻ ആർക്കും കഴിയില്ല. ഞാൻ പ്രവർത്തിക്കും, ആരത് തടുക്കും. ഞാൻ ആത്മാവിച്ചാൽ പ്രവചന ദൂത് പറയാം. പ്രവർത്തിക്കാൻ ഒരുവൻ ഇറങ്ങിയിട്ടുണ്ട്, തടുത്ത് കളയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചത്യുന്നതനായ ദൈവത്തിന് മുമ്പാകെ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഞാൻ അനന്യൻ, ഞാൻ നിന്റെ കുടുംബത്തെ വെടിവെക്കും, ഞാൻ നിന്നെ വെടിവെക്കും. എന്നെ തടുക്കാൻ, എന്റെ പ്രവൃത്തിയെ തടുക്കാൻ ഈ ഭൂമണ്ണിൽ ആരും ഉണ്ടായിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവജനം ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഒരു നിമിഷം കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും നിറയട്ടെ. ആത്മാവിലെ പ്രസവി പോരാടിക്കട്ടെ. അവൻ അത്യുന്നതൻ, അത്യുന്നതൻ, അത്യുന്നതൻ. ആകാശഭൂമി സൃഷ്ടിച്ച ദൈവത്തിന് മുമ്പാകെ ഒരു നിമിഷം ജനം ഒരുമിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് കുഞ്ഞാടേ വാഴ്ത്തുക. അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാം മുട്ടും എല്ലാ നാവും പാടും യേശു മാത്രം കർത്താവ്. എല്ലാം മുട്ടും ചെന്ന് മടിക്കട്ടെ. ഓ എല്ലാം
സ്വീകരിപ്പ യോഗ്യനായോനേ എല്ലാ പൊട്ടും പാടും എല്ലാ നാവും പാടുക യേശു മാത്രം കർത്താവ്. എല്ലാ പൊട്ടും പാടും എല്ലാ നാവും പാടുക യേശു മാത്രം കർത്താവ്. എല്ലാ പൊട്ടും പാടും എല്ലാ നാവും പാടും യേശു മാത്രം കർത്താവ്. ഞങ്ങളുടെ പ്രിയ കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ജനത്തിന് വേണ്ടി വലിയ സമാധാനം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ദാസിയെ പകുതി ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു, കുടുംബമാണ് കർത്തകളെ ഏൽപ്പിക്കുന്നു. വാത്സല്യ ദൈവഭൂഷണെ കർത്താവിന്റെ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിൽക്കുന്ന എല്ലാ ജനത്തെ യേശുവിന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. ഈ ജനത്തിന് മീതെ ദൈവത്തിന് സമാധാനം ഉണ്ടാകട്ടെ. ഞാൻ അനന്യൻ, എന്റെ കരത്തിൽ വിടുവിക്കാൻ ആർക്കും കഴിയില്ല. ഞാൻ പ്രവർത്തിക്കും, ആരതിനെ തടുക്കും. ചെയ്യുമായ ദൈവത്തിന്റെ കരമുണ്ടാകട്ടെ. നന്മയ്ക്ക് ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരങ്ങളിൽ ഒരു സ്തോത്രം ചെയ്താട്ടെ. ശക്തിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഒരു പ്രാവശ്യം കൂടെ എല്ലാ കരങ്ങളും പഠിച്ച് ഒരുമിച്ച് പാടിക്കുന്ന ആരാളിച്ചാണ് സജീവരെ എല്ലാ കരങ്ങളും
സ്ഥാപിതമാക്കിടുവാൻ പരിപൂർണമായി ദൈവിക രാജ്യമിപ്പാൻ സ്ഥാപിതമാക്കിടുവാൻ അങ്ങ് പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലേയും ആളുകൾ നമ്മുടെ ആധിപത്യം നേടുവാൻ അവൻ അധികമില്ലേയും ആളുകൾ നമ്മുടെ ആധിപത്യം നേടുവാൻ അമ്മ കാലമെല്ലാം കഴിയോ ഇന്നു കാണുന്നതെല്ലാം കഴിയും അമ്മ കാലമെല്ലാം കഴിയോ ഇന്നു കാണുന്നതെല്ലാം കഴിയും പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ തന്നെ ചിന്തയിൽ പറയും പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ തന്നെ ചിന്തയിൽ പറയും പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ തന്നെ ചിന്തയിൽ പറയോ പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ തന്നെ ചിന്തയിൽ പറയും പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ തന്നെ ചിന്തയിൽ പറയും പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ തന്നെ ചിന്തയിൽ പറയും ഓ പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ തന്നെ ചിന്തയിൽ പറയും പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ തന്നെ ചിന്തയിൽ പറയും പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ ചിന്തയിൽ പറയും പ്രാർത്ഥിക്കുന്നു നമ്മളെ സ്നേഹിക്കുന്ന നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയുടെ ഫസ്റ്റ് ഡേ കർത്താവ് ഇത്രയും പേർ കടന്നു വന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് കർത്താവ് നടത്തുവാൻ സർവശക്തനായ ദൈവം അവസരം ഒരുക്കുന്നതിന് സ്തോത്രം. എന്ന പകൽക്കാലം ദൈവവചനം സംസാരിച്ച പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇനി അനേക സ്റ്റേജുകളിൽ പ്രിയപ്പെട്ടവൻ അനുഗ്രഹിക്കണമേ കർത്താവെ. അനേക ആയിരക്കണക്കിന് ജനത്തിന് പ്രയോജനമകനായി തീരുവാൻ സഹായിക്കണമേ. എന്ന് കടന്നു വന്ന എല്ലാ ജനത്തെയും യേശുവിന്റെ നാമത്തിലൂടെ ഇപ്പോൾ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട മടക്കാൽ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കോടിക്കണക്കിന് ദൂതന്മാരുടെ ഒരു സംഘം ഈ മക്കളും കൂടെ പ്രവേശിക്കണ്ടായി. ഭവനവും അനുഗ്രഹിക്കപ്പെട്ട എല്ലാ നിലവാരത്തിലും കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ. അടുത്ത 2 ദിവസങ്ങളിൽ ദൈവസാന്നിധ്യം കൊണ്ടിരിക്കും. എല്ലാവർക്കും ഒരുമിച്ച് ഒരുങ്ങി വരുവാൻ ദൈവം സഹായിക്കണമേ. സ്വന്തം ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ ആശ്വസിപ്പിക്കുന്ന കൂട്ടായ്മയും നാം ഇവരോടും ഇന്ന് വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.